ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി തീർച്ചയായിട്ടും എല്ലാവരും കണ്ടേ മതിയാവൂ. പ്രത്യേകിച്ച് പെൺകുട്ടികളും സ്ത്രീകളും പിന്നെ കുട്ടികളും. അതുമല്ലാതെ ഒക്കുമെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബാക്കി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്രയും പ്രധാനപ്പെട്ട എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിലീവ് മീ ദി അബ്ഡക്ഷൻ ഓഫ് ലിസ മാക്വേ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ചെയ്തിരുന്നു. ഒരു 16 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഒരു സീരിയൽ കില്ലർ, അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു പെൺകുട്ടി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നുള്ള ഒരു കഥ. അതുമല്ലാതെ അതൊരു റിയൽ സ്റ്റോറിയാണ്. ആ ഒരു മൂവി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. കാണണമെന്നുള്ളവരൊന്ന് പോയി കാണുക. അതിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മൂവിയുടെ പേര് ദി ഗേൾ ഹൂ എസ്കേപ്ഡ് ദ കാറ റോബിൻസൺ എന്ന് പറഞ്ഞിട്ട് 2023 ഈ ഒരു മൂവി പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതും ഒരു റിയൽ സ്റ്റോറിയാണെന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും അതിനു മുന്നേ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം അതേപോലെ തന്നെ ഒരു മൂവി ആയിട്ട് കാണാൻ ശ്രമിക്കുകയാണെങ്കിലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തില് 15 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കട്ടിലിൽ കെട്ടിയിട്ടേക്കാണ്. അതുപോലെ അവളുടെ അടുത്താണെങ്കിൽ തടിമാടനായിട്ടുള്ള ഒരാൾ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു മൂവിയുടെ ഹീറോയിൻ കാര. അവിടെ വെച്ച് ഈ ഒരു മൂവിയുടെ പേര് എഴുതി കാണിച്ചതിന് ശേഷം അടുത്ത സീനിൽ കാണിക്കുമ്പോൾ കാര ഇപ്പോൾ അവളുടെ സുഹൃത്തായിട്ടുള്ള ജെസ്സിന്റെ വീട്ടിൽ നിന്ന് കണ്ണുറക്കാണ്. കാരണം ജെസ്സിന്റെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് കാര ഇന്നത്തെ ഒരു ദിവസം അവളോടൊപ്പമാണ് നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഉറക്കം എഴുന്നേറ്റിട്ട് അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് ഇങ്ങനെ പോവാണ്. അവിടെ നിൽക്കുന്ന സമയത്താണ് കാര ജെസ്സിനോട് പറയുന്നത്, ശരി ഞാൻ എന്തായാലും അമ്മയെ വിളിച്ച് കാര്യം പറയട്ടെ എന്നും പറഞ്ഞിട്ട് അവളിപ്പോ അവളുടെ അമ്മയെ വിളിക്കാണ്. അപ്പൊ അവരുടെ പേര് ഡെബ്ര എന്നാണ്. ഇപ്പൊ അവര് ഓഫീസിലിരിക്കുമ്പോ കാര വീട്ടിൽ വിളിച്ചിട്ട്, അമ്മ ഇത് കാരയാണ്. അല്ല എന്തു പറ്റി ഇപ്പൊ വിളിക്കാനായിട്ട്? ഞാനൊരു മീറ്റിംഗിലായിരുന്നു. ഇല്ല, ഞാനിന്ന് ജെസ്സുമായിട്ട് തടാകത്തിനടുത്തുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. രാത്രി തിരിച്ചു വരാനായിട്ട് ഒരു 10:30 ആവും. അപ്പൊ ഡെബ്ര ചോദിക്കും, അല്ല നിങ്ങളുടെ എല്ലാ ഗ്യാങ്ങും അവിടെ ഉണ്ടാവത്തില്ലേ? അതെ ഉണ്ടാവും. പിന്നെ ഒരു പക്ഷേ ലേറ്റായി കഴിഞ്ഞാല് ഞങ്ങളെ അച്ഛൻ വന്ന് കൂട്ടാന്ന് പറഞ്ഞു. ഇത് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണ്. എന്നിരുന്നാലും നീ രാത്രിയിൽ വീട്ടിൽ വരുമ്പോൾ എന്നെ കാത്തിരിക്കരുത്, എനിക്കൊരു ഡേറ്റ് ഉണ്ട്, അത് അച്ഛനോട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കാണ് ജെസ് അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ അമ്മയും അച്ഛനും പറഞ്ഞു രാവിലെ തന്നെ വീട്ടിലെ ചെടികളെല്ലാം നനയ്ക്കണമെന്ന്. ഓക്കെ എന്താ നമുക്ക് നനയ്ക്കാലോ, അതല്ലേ എനിക്കൊന്ന് കുളിക്കണമെന്ന് ജെസ് പറയുമ്പോൾ, ശരി നീ പോയി കുളിച്ചോ, ഞാൻ എന്തായാലും ചെടികളൊക്കെ നനയ്ക്കാന്നും പറഞ്ഞിട്ട് ഇപ്പൊ ജെസ്സിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ക്യാര വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു ചെടികളെല്ലാം ഇങ്ങനെ നനയ്ക്കാണ്. അങ്ങനെ ക്യാരയായാലും ഈ ഒരു വീടിന് ചുറ്റുമുള്ള ചെടികളെല്ലാം നനച്ച് അവസാനം വീടിന്റെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു റോഡ് സൈഡാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അങ്ങനെ അവിടെ നനച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു കറുത്ത കാറ് അവിടേക്ക് വരുന്നു. എന്നിട്ട് ഇപ്പൊ അതിനകത്ത് നിന്നും ഒരാള് പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ക്യാരയുടെ അടുത്തേക്ക് വന്നിട്ട് ഹായ്. അപ്പൊ ക്യാരയാണെങ്കിലും എന്തു പറ്റി? ഇല്ല നിങ്ങളുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടോ? ഇല്ലില്ല, ഇത് എന്റെ വീടല്ലേ, ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാണ്. ഓ, അപ്പോ നിന്റെ ഫ്രണ്ട് അവരുടെ മാതാപിതാക്കൾ അകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല വീട്ടിലാരും ഇല്ല എന്ന് പറയുന്നതും അവൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബുക്ക് ഒന്ന് പിടിക്കാൻ പറ്റൂ, ഒരു കാര്യം പറയാനായിരുന്നു. ഇത് കേൾക്കുന്ന ക്യാരയാണെങ്കിലോ നേരെ ചെന്നിട്ട് ആ ഒരു ബുക്ക് പിടിക്കുന്നതും പെട്ടെന്ന് അവനൊരു തോക്കെടുത്ത് ക്യാരയുടെ ദേഹത്തേക്ക് വെച്ചിട്ടാണ് പറയുന്നത്, നീ ഇപ്പോൾ നിലവിളിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യും, അതുകൊണ്ട് എന്നോടൊപ്പം വാന്ന് പറഞ്ഞിട്ട് അവളെയും പിടിച്ചിങ്ങനെ പോവാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നും മിണ്ടാനും കഴിയത്തില്ല. കാരണം കഴുത്തിലാണ് തോക്ക് വെച്ചേക്കുന്നത്. ഈ ചുറ്റുപാടിനും ഒരു ഒറ്റ മനുഷ്യൻ പോലും ഇല്ലെന്നുള്ളതാണ്. അങ്ങനെ ക്യാരയെ നേരെ ആ ഒരു കാറിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് കാറ് സീറ്റിലിരുത്തോന്ന് വിചാരിച്ചു കഴിഞ്ഞാല് കാറിനകത്ത് ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കാൻ പറയും. അപ്പൊ ക്യാരയായാലും പേടിച്ചിട്ട് പതിയെ ആ ഒരു കണ്ടെയ്നറിനകത്ത് കയറിയിരിക്കുകയാണ്. അങ്ങനെ അവനായാലും അത് മൂടിയിട്ടിട്ട് പെട്ടെന്ന് കാറും എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇപ്പൊ ക്യാര എവിടേക്കാണ് പോകുന്നത്, എവിടേക്കാണ് അവൻ കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു കാര്യവും അവൾക്ക് കാണാൻ കഴിയത്തില്ല. അവളായാലും നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ക്യാര ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് ഒരു സ്റ്റിക്കറിൽ ഒരു പ്രത്യേക നമ്പർ ഉണ്ട്. ആ ഒരു നമ്പർ എന്താണെന്ന് അവൾ നോട്ട് ചെയ്തിങ്ങനെ വെക്കുകയാണ്. അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് തന്നെ പറഞ്ഞ ആ ഒരു നമ്പർ അവൾ ഓർത്തു വെക്കുന്നു. അതേസമയം ഇവിടെ വീട്ടിൽ ജെസ് കുളിച്ചിട്ട് ക്യാര അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും അവളെ കാണാനില്ല. ചിലപ്പോൾ വെളിയിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവൾ പതിയെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെയും അവളെ കാണാനില്ല. അപ്പൊ തന്നെ ക്യാര എന്തായാലും മിസ്സായെന്ന് മനസ്സിലായി. അതുമല്ല ക്യാരയുടെ ബോയ് ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. അവന്റെ അടുത്തേക്ക് അവൾ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവനെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയും ഇല്ല ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നതും ഇവിടെ നമ്മുടെ ക്യാരയെ കാണിക്കുമ്പോൾ അവളെ ഇപ്പൊ ഈ ഒരു കാറിൽ ഏതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നേക്കാണ്. ഇത് ഏത് സ്ഥലമാണെന്ന് അറിയത്തില്ല. എന്തായാലും സിറ്റി വിട്ടിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്താണുള്ളത്. അങ്ങനെ ആ ഒരു തടിയനായാലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു കണ്ടെയ്നർ തുറന്ന്, ഓക്കെ നിന്റെ കൈയും കാലും വായും ഞാനിപ്പോ കെട്ടാൻ പോവാണ്, അതുകൊണ്ട് വലിയ രീതിയിൽ ബഹളം വെക്കാൻ നിൽക്കരുത്. എന്റെ കയ്യിൽ ഈ ഒരു തോക്ക് എപ്പോഴും ഉണ്ടാവും, ഇതെന്നെ കൊണ്ട് ഒരിക്കലും ഉപയോഗിപ്പിക്കരുത്, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ക്യാരയാണെങ്കിലും ഓക്കെ മനസ്സിലായെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അവൻ ഈ ഒരു കയറെല്ലാം എടുക്കാൻ വേണ്ടി കാറിന്റെ മറ്റൊരു സൈഡിലേക്ക് പോകുമ്പോൾ ഡോറെല്ലാം തുറന്നിരിക്കുകയാണ്. ക്യാരയാണെങ്കിലും കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു കാറിൽ നിന്നും ഇറങ്ങി ഓടാൻ തുടങ്ങും. അങ്ങനെ നല്ല വേഗതയിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ എവിടേക്കാണ് പോകേണ്ടതെന്ന് അവൾക്ക് അറിയത്തില്ല. അങ്ങനെ ഓടുന്ന സമയത്ത് പെട്ടെന്ന് പുറകെ നിന്ന് അവൻ ക്യാരയുടെ വയറിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും വീടി കൊണ്ട് അവൾ നേരെ താഴേക്ക് വന്ന് വീഴാണ്.
അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ കിടക്കുമ്പോഴത്തേക്കും അവളുടെ അടുത്തേക്ക് അവിടുത്തെ നടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് കാണിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ക്യാര അവിടെ ഇരുന്ന് ആലോചിച്ച് നോക്കിയതാണ്. ഒരുപക്ഷെ അവൾ ഈ ഒരു കാറിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവൾക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഓടാതെ ഇവിടെ തന്നെ ഇരിക്കാന്ന് അവൾ തീരുമാനിക്കും. അപ്പോഴേക്കാണ് അവൻ അവിടേക്ക് വന്നിട്ട് ആ ഒരു വള്ളിയെല്ലാം വെച്ചിട്ട് അവളുടെ കൈയും കാലും അതേപോലെ തന്നെ വായും നല്ലതുപോലെ കെട്ടുന്നു. കെട്ടിയിട്ട് വീണ്ടും അതിനകത്ത് തന്നെ അടച്ചു വെച്ച് ഈ ഒരു കാറും എടുത്ത് പിന്നെയും എവിടേക്കോ പോവാണ്. ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ക്യാരയ്ക്ക് വഴി ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയാനും കഴിയുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ ജെസ്സിനെ കാണിക്കുമ്പോഴത്തേക്കും ക്യാരയെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം അവളുടെ അമ്മയെ വിളിച്ച് പറയുന്നതും ഇപ്പൊ ഇത് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള വിഷയമായി. അതേസമയം ഇവിടെ ക്യാരയെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ ഒരിടത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് പറയുന്നത്, ശരി ഇപ്പോൾ നിന്നെ ഞാൻ കാറിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പോവാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നീ ബഹളം വെക്കരുത്, തോക്ക് എന്റെ കയ്യിൽ തന്നെയുണ്ട്. എന്നിട്ട് ആ ഒരു ബോക്സ് ഉൾപ്പെടെ വലിച്ച് അവന്റെ വീടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് തുറന്ന് ഇപ്പൊ ക്യാരയെ എഴുന്നേൽപ്പിച്ചിട്ടാണ് അവൻ പറയുന്നത്, ഓക്കെ ഇപ്പോഴും അവന്റെ കയ്യിൽ ആ ഒരു തോക്കിരിപ്പുണ്ട്. ഞാനിപ്പോ നിന്റെ ശരീരത്തിലെ ആ ഒരു കെട്ടെല്ലാം അഴിക്കാൻ പോവാണ്. അതുപോലെ നിന്റെ വായിലെ ആ ഒരു കെട്ട് ഞാൻ അഴിക്കും. അപ്പോൾ നീ ബഹളം വെക്കരുത്. ബഹളം വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിന് നീ സമ്മതിച്ചാൽ മാത്രം ഞാൻ ഈ ഒരു കെട്ടഴിക്കാന്ന് പറയുമ്പോൾ അപ്പോൾ 15 വയസ്സ് മാത്രമുള്ള നമ്മുടെ ക്യാരയ്ക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും? അവൻ പറയുന്നത് പോലെ തന്നെ മിണ്ടാതിരിക്കുമ്പോൾ അവളുടെ വായിലെ കെട്ടെല്ലാം അഴിച്ചിട്ട് അത് കഴിഞ്ഞ് കയ്യിലെയും കാലിലെയും എല്ലാം കെട്ടെല്ലാം അഴിച്ച് അവളോട് പതിയെ എഴുന്നേറ്റ് വരാൻ പറയും. അങ്ങനെ ക്യാരയായാലും എഴുന്നേറ്റ് പോകുമ്പോൾ അവളെയും കുട്ടി നേരെ മുറിക്കകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ ഒരു മുറിക്കകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് കട്ടിലില് ഈ ഒരു ഫാന്റസി സെക്സ് എന്നൊക്കെ പറയുമല്ലോ, അതിനുപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ക്യാരയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. അപ്പോഴേക്കും അവൻ പറയും, ഓക്കെ ശരി എന്റെ നേർക്ക് തിരി. ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ച് നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്റെ കയ്യിൽ എപ്പോഴും ഈ ഒരു തോക്കുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ആയുധം ഞാൻ വെച്ചേക്കും. രണ്ടാമത്തെ കാര്യം, നീ എപ്പോഴും എന്നെ ഡാഡി എന്ന് വിളിക്കണം. മൂന്നാമത്തെ കാര്യം, ഞാൻ പറയുന്ന എന്ത് കാര്യവും നീ അതുപോലെ കേൾക്കും. അതേപോലെ തന്നെ ഞാൻ നിന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും നീ അതുപോലെ തന്നെ അത് ചെയ്യും. ഇനി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ പെർമിഷൻ ചോദിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു നിയമം നീ തെറ്റിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അപ്പോൾ തന്നെ കൊല്ലും. അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു ശിക്ഷ നിനക്കുണ്ടാവും. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ക്യാരയാണെങ്കിലും പെട്ടെന്ന് അവളുടെ കണ്ണീരെല്ലാം തുടച്ചിട്ട് അതേ മനസ്സിലായെന്ന് പറയും. ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഉയരം തന്നെ നോക്കണം. അത്രയും ചെറിയൊരു പെൺകുട്ടി ഇവൻ പറയുന്നത് കേൾക്കാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? അങ്ങനെ ക്യാരയായാലും അതേ ഡാഡി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ പറയും, ഓക്കെ ഇരിക്കി എന്നും പറഞ്ഞിട്ട് ആ ഒരു കട്ടിലിരുത്തിയിട്ട് അവനിപ്പോ അവളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ ചോദിച്ചു വാങ്ങാണ്. ഓക്കെ നിന്റെ പേരെന്താണ്? ക്യാര. നിനക്ക് എത്ര വയസ്സായി? 15. അല്ല നിന്റെ പേരിന്റെ അവസാനം? റോബിൻസൺ. പിന്നീട് നീ എവിടെയാണ് താമസിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അവളുടെ സ്ട്രീറ്റ് അഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് ചോദിക്കും, ഓക്കെ നിനക്ക് കാമുകനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഉണ്ടെന്ന് പറയും. ഓക്കെ അവന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവന്റെ പേര് റോൺ എന്നാണ്. നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഫിസിക്കലി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്യാര ഇല്ല എന്ന് പറയും. അത് കഴിഞ്ഞ് അവൻ ചോദിക്കും, അല്ല ആ ഒരു ബോയ് ഫ്രണ്ട് അല്ലാതെ വേറെ ആരെങ്കിലും ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനും അവിടെ ഇല്ലാന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ക്യാരയുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് നിൽക്കാണ്. അത് കഴിഞ്ഞ് അവന് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, ഈ മാസ്റ്റർബേഷൻ പോലെ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയും അവൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവളോട് ആ ഒരു കട്ടിലേക്ക് കിടക്കാൻ പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറയും. എന്നിട്ട് അവൻ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ക്യാര മനസ്സിലിങ്ങനെ പറയാണ്, നിയമങ്ങളെല്ലാം പാലിക്കണം, അങ്ങനെയാണെങ്കിൽ അതിജീവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവൻ പറയുന്നത് പോലെ കേൾക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ കാര്യം. ഇപ്പൊ എതിർത്ത് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവളെ എന്തായാലും കൊല്ലും. അപ്പൊ ആ ഒരു കാര്യം അവൾ എപ്പോഴും മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവളെ കുളിക്കാനായിട്ട് പറഞ്ഞു വിടുമ്പോഴത്തേക്കും അവൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അവളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ട് അവൾ കുളിക്കാൻ ചെല്ലുന്നിടത്ത് അവൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ച് അതിന്റെ പേരെല്ലാം മനപ്പാടാക്കി ഇങ്ങനെ വെക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരുത്തൻ അവിടേക്ക് വന്ന് അവളെയും പിടിച്ച് കുളിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. അതേസമയം ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ക്യാരയുടെ അമ്മ അവളുടെ ഭർത്താവിനെ വിളിച്ചിങ്ങനെ ചോദിക്കാണ്, ക്യാര ഇതുപോലെ നിങ്ങളുടെ അടുത്ത് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയുന്നതും ഓക്കെ നമ്മുടെ മകളെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത് തന്നെ പോലീസിനെ വിളിച്ച് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കാണ് വന്ന പോലീസ് പറയുന്നത്, ഓക്കെ അവൾ ചിലപ്പോൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ കാമുകനോടൊപ്പം എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് പറയുമ്പോൾ അവൾക്ക് 15 വയസ്സ് മാത്രമേ ഉള്ളൂ, അവൾ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല മേഡം നമുക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ എന്തായാലും കേസ് ഫയൽ ചെയ്യട്ടെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവൾ വിളിക്കുകയോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ആ ഒരു പോലീസുകാരൻ അവിടെ നിന്നങ്ങ് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ക്യാരയെ കാണിക്കുമ്പോൾ അവൾ നിൽക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ, അതിനടുത്തായിട്ട് ഇപ്പോൾ ഒരുപാട് വീടുകളുണ്ട്. പക്ഷേ വെളിയിലാണെങ്കിൽ അങ്ങനെ ഒറ്റ മനുഷ്യരെയും കാണുന്നില്ല. അതേസമയം നമ്മുടെ ക്യാര ഉള്ളിലെഴുന്നിട്ട് അവള് മനസ്സിലിങ്ങനെ ചിന്തിക്കാണ്, കാത്തിരിക്കുക, രക്ഷപ്പെടുക, അതിജീവിക്കുക. കാരണം വെയിറ്റ് ചെയ്തിരുന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാലേ അവൾക്ക് അതിജീവിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ബഹളം വെച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ അവൾ സമാധാനമായിട്ട് അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണെന്ന് വെച്ചോ, ആകെ ബഹളം വെച്ച് ആ ഒരു സൈക്കോ കില്ലർ
അവന് ദേഷ്യം വന്ന് ഒരുപക്ഷെ ആ ഒരു പെൺകുട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാര ഇത്രയും സമാധാനമായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോഴേക്കാണ് ആ ഒരു സൈക്കോ ഇപ്പോൾ അവളോട് ചോദിക്കുന്നത്, ഓക്കെ നീ ഏത് സ്കൂളിലാണ് പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ ആ ഒരു സ്കൂളിന്റെ പേര് പറയും. സ്കൂളിൽ പോകുന്നത് നിനക്ക് ഇഷ്ടമായിരുന്നോ? അതേന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ ക്യാര അവളുടെ മനസ്സിൽ ഓക്കെ മാക്സിമം വിവരങ്ങൾ ശേഖരിക്കാം എന്നുള്ള രീതിയിൽ സോഫയിലേക്ക് കയറിയിരുന്നിട്ട്, അല്ല നിങ്ങൾ ഹൈസ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതെ പോയിട്ടുണ്ട്, അതുമല്ല ഞാനൊരു നല്ല വിദ്യാർത്ഥിയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ക്യാര ചോദിക്കും, ഓക്കെ കോളേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് പോയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ ഇല്ല എന്ന് പറയും. കാരണം വളരെ ചിലവേറിയതാണ്. ഇപ്പൊ നമ്മുടെ ക്യാര ഇതുപോലെയെല്ലാം ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് അവൻ ആരാണെന്ന് അറിയണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് മാക്സിമം വിവരങ്ങൾ അവൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്, അതും അവൻ പോലും മനസ്സിലാക്കാതെ. അപ്പോഴേക്കും അവൻ പറയും ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ജോബിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും വലിയ മെച്ചം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഓ നല്ല കാര്യം എന്ന് അവളിങ്ങനെ പറയാണ്. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് അവൻ പറയുന്നത്, ഓക്കെ നീ ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ എന്തായാലും വേദനിപ്പിക്കത്തില്ല, അതുമല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വെറുതെ വിടും, എന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ ക്യാര അപ്പോഴും മനസ്സിൽ പറയുന്നുണ്ട് ഓക്കെ ശ്വാസം എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോഴേക്കും അവൻ പതിയെ എഴുന്നേറ്റ് ക്യാരയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കാലിൽ നിന്ന് തൊടുമ്പോഴത്തേക്കും അവൾ പേടിക്കുന്നുണ്ട് എന്തോ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൻ അവിടെ നിന്ന് നടന്ന് അടുത്തൊരു മുറിയിലേക്ക് പോകുന്നതും അപ്പോഴും തന്നെ നമ്മുടെ ക്യാര മനസ്സിൽ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് എസ്കേപ്പ് എന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഇങ്ങനെ ഓടുമ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് അവളുടെ തലമുടിയിലേക്ക് പിടിച്ച് അവളെ ഷൂട്ട് ചെയ്യുന്നു. കാണിക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ക്യാര ചിന്തിച്ചു നോക്കിയതാണ്. കാരണം അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് അവൾ ചിന്തിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം എന്ന് തന്നെ അവൾ തീരുമാനിക്കും. അങ്ങനെ അകത്തേക്ക് പോയ അവനാണെങ്കിലോ എന്തോ ഒരു സിഗരറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ക്യാരയോട് ചോദിക്കും, നീ ഇതിനു മുന്നേ സിഗരറ്റ് വലിച്ചിട്ടുണ്ടോ? അപ്പോൾ അവൾ പറയും ഇല്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അതിങ്ങനെ കത്തിച്ച് ഒരു തവണ ഇങ്ങനെ വലിക്കാണ്. അപ്പോഴേക്കും അത് അണഞ്ഞു പോകും. എന്നിട്ട് അത് ക്യാരയോട് ചെയ്യാൻ പറയുമ്പോൾ അവൾ പറയും ഇല്ല എനിക്കറിയത്തില്ല, ഇതിനെന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതിങ്ങനെ കാണിച്ചു കൊടുക്കും. കാണിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഊതി വിടുമ്പോൾ ക്യാര ഒരു തവണ കൂടി ഒന്ന് കാണിച്ചു തരാൻ പറയാണ്. സത്യം പറഞ്ഞാലേ ഞാനിത് സ്പീഡായിട്ട് പറയുന്നുള്ളൂ, ക്യാര അത് പേടിച്ചാണ് പറയുന്നത്. അപ്പോൾ അവൻ പറയും നിയമങ്ങൾ അറിയാലോ, ഒരു തവണ മാത്രമേ കാണിച്ചു തരൂ എന്നും പറഞ്ഞിട്ട് ആ ഒരു തോക്ക് കാണിച്ചാണ് അവൻ എപ്പോഴും ക്യാരയെ പേടിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു തോക്ക് കാരണം തന്നെയാണ് അവളും ഓടി രക്ഷപ്പെടാത്തത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവൾ വലിച്ചത് ഈ ഒരു കഞ്ചാവോ അങ്ങനെ എന്തോ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ കുറെ നേരം അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ പറയും ക്യാര നീ ഇപ്പോൾ ഒരു നല്ല കാര്യം ചെയ്തു, അതുകൊണ്ട് നിനക്ക് എന്തായാലും അതിന്റെ പ്രതിഫലം ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നതും ക്യാരയാണെങ്കിൽ മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോൾ ഇവൻ ഒരുപാട് മീനെയും അതേപോലെ തന്നെ കിളികളെല്ലാം വളർത്തുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ നേരെ അവിടേക്ക് വന്നിട്ട് അതെല്ലാം ഇങ്ങനെ നോക്കാണ്. അപ്പോഴേക്കും അവൻ പറയും അതിൽ ആ ഒരു കോക്കറ്റയിലല്ലേ, അതിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അതെപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവളിപ്പോ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവനോട് പരിചയപ്പെടാൻ ശ്രമിക്കുന്നതെന്ന്. അതിനുള്ള കാരണം വേറെ ഒന്നുമല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവൾ എന്തായാലും മരിക്കും. പക്ഷെ അതിലും നല്ലത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കണ്ടെത്തുന്നത് വരെ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുക, അവനോടൊരു പ്രശ്നമില്ലാതെ പോവാ, ഇത് മാത്രമാണ്. അങ്ങനെ അതിനെപ്പറ്റിയെല്ലാം ഒരുപാട് കാര്യങ്ങൾ അവൾ ചോദിച്ചിട്ട് അല്ല നിങ്ങൾ വേറെ എവിടെ പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സാൻ ഡിയാഗോ, അവിടെ എനിക്ക് നല്ല ഇഷ്ടമാണ്, അവിടെ പോയി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ക്യാര ഇവനോട് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവന് ക്യാരയെ ഒന്നും ചെയ്യാനായിട്ട് ഉപദ്രവിക്കാനായിട്ട് തോന്നില്ല. അതുകൊണ്ട് അവൻ പറയും ഓക്കെ ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വെറുതെ വിടും, പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും നീ പോയിട്ട് എന്നെ പറ്റി റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നീ ഒരു ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയാണെന്ന് എല്ലാവരും എപ്പോഴും പറയും, അത് ജീവിതകാലം മുഴുവനും ഉണ്ടാവും എന്നും പറഞ്ഞ് അവളെ പിടിച്ച് നേരെ ടിവിയുടെ മുന്നിലേക്ക് കൊണ്ടിങ്ങനെ ഇരുത്താണ്. എന്നിട്ടാണ് ഒരു കാസറ്റ് എടുത്തിട്ട് അതിപ്പോ പ്ലേ ചെയ്യാൻ പോകുന്നു. അവൻ പറയും ഇതിലുള്ള കാര്യം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കാണും, അത് കഴിഞ്ഞ് ഇതുപോലെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് ഒരു പോൺ വീഡിയോ ആണ് അവനിങ്ങനെ ഇട്ട് കാണിക്കുന്നത്. അതുപോലെ ചെയ്യാൻ വേണ്ടി ക്യാരയ്ക്കായാലും ഇപ്പോൾ അത് കണ്ടിരിക്കാതെ വേറെ വഴിയില്ല. അതേസമയം ഇവിടെ ആണെങ്കിലോ ക്യാരയുടെ അമ്മയാണെങ്കിൽ ഇപ്പോഴും ക്യാരയെ അന്വേഷിക്കുന്ന ആ ഒരു തിരക്കിൽ തന്നെയാണ്. ഒരുപാട് പേരെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എവിടെയും അവൾ ചെന്നതായിട്ട് അറിയത്തില്ല. അങ്ങനെ ഇവിടെ നമ്മുടെ ക്യാരയാണെങ്കിലോ അവനോട് ചോദിക്കും ശരി ഞാനൊന്ന് ബാത്റൂമിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ പോയിക്കോ എന്ന് പറയുന്നതും ക്യാര പതിയെ നടന്ന് ബാത്റൂമിലേക്ക് ചെന്നിട്ട് ഡോർ അടയ്ക്കാൻ വരുമ്പോഴത്തേക്കും അവൻ അതിന് സമ്മതിക്കുന്നില്ല. അവനിപ്പോൾ ഡോർ തുറന്നു വെച്ച് അവളോട് പോകാൻ പറയുമ്പോൾ അവളായാലും പോയിട്ട് വന്ന് കൈ കഴുകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഇവൻ പറയുന്നത് അല്ല അതിനെന്നോട് പെർമിഷൻ ചോദിക്കണം, കൈ കഴുകാനായിട്ട് എന്നോട് അനുവാദം ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഞാൻ കൈ കഴുകട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് അതെ ചെയ്തോ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോ കാര്യത്തിനും അവനിപ്പോൾ ഇങ്ങനെ അനുവാദം ചോദിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ക്യാര പറയുന്നത് എനിക്കിപ്പോൾ തന്നെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, നീ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തതിന് ശേഷം നിനക്ക് ഞാൻ ആഹാരം തരാം. ഇപ്പൊ ആ ഒരു മോപ്പെടുത്തിട്ട് ഈ ഒരു കിച്ചന്റെ ഭാഗം ആ തറ അങ്ങ് തുടയ്ക്കാൻ പറയുമ്പോൾ അവൾ ഒന്നും പറയാതെ അതെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു തറ തുടയ്ക്കാണ്. തറ തുടയ്ക്കുന്ന സമയത്താണ് ടേബിളിലെ
എന്തൊക്കെയോ കുറച്ച് കാർഡുകൾ ഇരിപ്പുണ്ട്. ഏതോ ഡോക്ടർമാരുടേതാണ്. അപ്പൊ അതിലുള്ള പേര്, ആ ഒരു ഫോൺ നമ്പർ, ഇതെല്ലാം ക്യാര അപ്പോഴും തന്നെ വായിച്ച് അത് മനസ്സിലിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അതേപോലെ തന്നെ ആ ഒരു റൂമിലുള്ള കാര്യങ്ങള്, പിന്നെ ഒരു കലണ്ടറിൽ എന്തൊക്കെയോ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങള്, ഈ ഒരു റൂമിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അവൾ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ആ ഒരു തറയും തുടച്ച് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് അവൻ പെട്ടെന്ന് അത് നിർത്താൻ പറഞ്ഞിട്ട് ക്യാരയോട് പറയും. ഇപ്പൊ അവളുടെ വസ്ത്രം ഊരാനായിട്ട് ഇങ്ങനെ പറയുന്നതും വേറെ വഴിയില്ല, അത് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് അവൾ അതുപോലെ തന്നെ ചെയ്യാണ്. അതേസമയം ക്യാരയുടെ അമ്മയാണെങ്കിൽ ഇവിടെ സ്റ്റേഷനിൽ വന്നിട്ട് ആ ഒരു ഷെരീഫിനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, മാഡം എനിക്കും ഇതുപോലെ മക്കളൊക്കെ ഉണ്ട്, അവർ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയതായിരിക്കാം, നിങ്ങളുടെ മോളെ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവർ പറയും, എന്റെ മോളെ എനിക്ക് നല്ലതുപോലെ അറിയാം, അവൾ എവിടെ പോയാലും എന്നെ വിളിച്ച് പറയാതെ പോകത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പറയുമ്പോൾ ആ ഒരു ഷെരീഫ് പറയും, ശരി, ഞങ്ങൾ എന്തായാലും ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ചെയ്യാം, നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വീട്ടിൽ പോയിരിക്കുക, ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് പറയാണ്. പക്ഷെ അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അയാളെ ശരീരം ആണെങ്കിൽ വലുതായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുന്നില്ലാന്ന്. അങ്ങനെ ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കിച്ചണിൽ വെച്ചും ക്യാരയെ അവൻ ഉപദ്രവിച്ചതിന് ശേഷം നേരെ ഹാളിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ പറയും, ശരി, നമുക്ക് ന്യൂസിൽ നിന്നെപ്പറ്റി എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാം എന്നും പറഞ്ഞ് ന്യൂസ് ചാനൽ ഇങ്ങനെ വെക്കുകയാണ്. കാണിക്കുമ്പോഴത്തേക്കും ക്യാരയെ പറ്റിയുള്ള പ്രധാന ന്യൂസ് ഒന്നും കാണുന്നില്ല, മറ്റെന്തൊക്കെയോ കേസുകളാണ് അതിൽ പറയുന്നത്. അപ്പോൾ അവൻ പറയും, ഓ, വളരെ സങ്കടമായിട്ടുള്ള കാര്യമാണല്ലോ, നിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ടേ? അപ്പോൾ നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, നിന്റെ ബോയ് ഫ്രണ്ട്, ഇവരാരും നിന്നെ പറ്റി ശ്രദ്ധിക്കുന്നില്ല, നീ അവരെ ഒരുപാട് സ്നേഹിച്ചില്ലേ, പക്ഷെ അവരാരും നിന്നെ തിരിച്ചു പോലും സ്നേഹിക്കുന്നില്ല, ഇപ്പൊ ഇത് മനസ്സിലായില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ വിഷമിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാരയാണെങ്കിൽ ഇതെല്ലാം കേട്ട് വിഷമിച്ചിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ആ ഒരു തോക്ക് കാണിച്ചിട്ട് ശരി എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറയുന്നതും അവൾ വീണ്ടും പേടിക്കുകയാണ് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അവൾ പറയും, ഒന്നുകിൽ വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുക, അങ്ങനെയാണെങ്കിൽ അതിജീവിക്കാൻ കഴിയും എന്നിങ്ങനെ മനസ്സിൽ പറയുന്നതും അപ്പൊ തന്നെ അവളുടെ കഴുത്തിന് പിടിച്ച് അവൻ നേരെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു വലിയ പെട്ടിയുണ്ടല്ലോ അതെടുത്ത് ബെഡിലേക്ക് വെച്ചിട്ടാണ്, ഓക്കെ, ഞാനിപ്പോ ഒരു ഫോൺ വിളിക്കാൻ പോവാണ്, അതുവരെ നിന്നെ ഇതിനകത്ത് കെട്ടിയിട്ടേക്കും, ഒരക്ഷരം പോലും മിണ്ടരുത്. അവളോട് വീണ്ടും അതിനകത്ത് കിടക്കാൻ പറയുമ്പോൾ അവൾ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. എന്നിരുന്നാലും അവൻ വീണ്ടും കൈയും കാലെല്ലാം കെട്ടി അവളുടെ വായിലും ആ ഒരു ബോളുണ്ടല്ലോ അതുപോലെ ഇങ്ങനെ വള്ളി വെച്ച് കെട്ടിയിട്ട് അവളവിടെ കിടത്തി അത് അടച്ചിട്ട് പോകുമ്പോൾ അവൾ അപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം, വെയിറ്റ് ചെയ്യുക, രക്ഷപ്പെടുക, അതിജീവിക്കുക, ഈ ഒരു 3 കാര്യം മാത്രമാണ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അവൾക്ക് കുറെ നേരം അവൾക്ക് ശ്വാസം പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ക്യാരയായാലും ഇതിലിട്ട് തട്ടുമ്പോൾ അവൻ നേരെ വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ എന്തോ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയും, ഓക്കെ, എനിക്ക് മനസ്സിലായി, ഞാൻ എന്തായാലും നിന്റെ വായിലെ കെട്ട് അഴിക്കാൻ പോവാണ്, മിണ്ടാതിരിക്കണമെന്നും പറഞ്ഞ് ആ ഒരു വായിലെ കെട്ടഴിച്ച് ആ ഒരു തോക്ക് കാണിച്ചിട്ട് പറയും, ശരി, അതിനകത്ത് കിടക്ക്, മിണ്ടാതിരുന്നോ എന്നും പറഞ്ഞ് അത് അടച്ചു വെച്ച് വീണ്ടും അവൻ ഫോൺ വിളിക്കാനായിട്ട് പോവാണ്. അപ്പോഴും നമ്മുടെ ക്യാര അതിനകത്ത് കിടന്ന് ഒരുപാട് കരയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ നേരെ തിരിച്ചു വന്ന് അവളെ അതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട്, ഓക്കെ, നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടോ, പേടിയുണ്ടോന്നെല്ലാം ചോദിക്കുമ്പോൾ അവളെ നല്ല കരച്ചില്ലേ. അപ്പോഴേക്കാണ് അവൻ എന്തോ ഒരു മരുന്ന് അവൾക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് കഴിച്ചാൽ മതി, എല്ലാം ശരിയാവുമെന്നും പറഞ്ഞിട്ട് ആ ഒരു മരുന്ന് അവളോട് കഴിക്കാൻ പറയുന്നതും അതും അവൾ കഴിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഹാളിലേക്ക് കൊണ്ടുവന്ന് അവളെ അവിടെ ഇരുത്തിയിട്ട് അവനിപ്പോൾ മുറിക്കകത്ത് നിന്ന് എന്തോ ഒരു പെട്ടി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് ഒരുപാട് തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം എടുത്തു വെക്കുന്ന സമയത്ത് ക്യാര ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാണ്, ഒന്നുകിൽ വെയിറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അതിജീവിച്ച് നിൽക്കുക എന്നിങ്ങനെ ചിന്തിച്ചിട്ട് അവളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് കണ്ട അവനാണെങ്കിലോ പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ കയ്യിൽ നിന്ന് തോക്കെടുത്തിട്ട് പറയും, ശരി, കിടക്കാനുള്ള സമയമായി എന്നും പറഞ്ഞിട്ട് അവളെയും കൊണ്ട് നേരെ ബ്രഷ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ കുറച്ചു നേരം ബ്രഷ് ചെയ്ത് അവൻ പെട്ടെന്ന് ആ ഒരു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ക്യാര അപ്പോഴേ ചിന്തിക്കും, എസ്കേപ്പ് എന്നും പറഞ്ഞ് ഓടി വന്ന് ആ ഒരു ജനാല തുറന്ന് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനു മുന്നേ തന്നെ അവൻ ആ ഒരു ഡോർ തുറന്നു വന്ന് ക്യാരയെ പിടിച്ച് അവളെ ഷൂട്ട് ചെയ്യുന്നു. കാണിക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ക്യാര ചിന്തിച്ച് നോക്കിയ കാര്യമാണ്. കാരണം ഇപ്പൊ അവള് രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാലേ ഇതുപോലെ ആയിരിക്കും സംഭവിക്കുന്നത്, അതുകൊണ്ട് എന്തായാലും വേണ്ടാന്നും പറഞ്ഞ് അവളെയും കൊണ്ട് നേരെ കിടക്കാനായിട്ട് പോവാണ്. എന്നിട്ട് അവളുടെ കൈയും കാലും ആ ഒരു കൈവലം കണ്ടല്ലോ അത് വെച്ച് കെട്ടിയിട്ട് അവളോട് അവിടെ അനങ്ങാതെ കിടക്കാൻ പറയും. അത് കഴിഞ്ഞ് അവനായാലും പോയി അടുത്ത് കിടന്നിട്ട് ഇപ്പോൾ 2 പേര് ഉറങ്ങാണ്. അന്ന് രാത്രിയും അവളെ അവൻ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും അപ്പൊ ഈ ഒരു സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ക്യാര കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ നല്ല ഉറക്കം. അപ്പൊ അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ രക്ഷപ്പെടാന്നുള്ള രീതിയിൽ കയ്യിൽ ആ ഒരു വിലങ്ങ് അഴിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവളെ കൊണ്ട് അത് പെട്ടെന്ന് വലിച്ചൂരാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ അതിലൊരു ചെറിയ ടൈറ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്, അത് വാ കൊണ്ട് പതിയെ കടിച്ചിങ്ങനെ അഴിച്ചിട്ട് കൈ കൊണ്ട് അത് തിരിച്ച് ഒരു വിധത്തിൽ അതഴിച്ച് അവൾ പതിയെ എഴുന്നേറ്റ് വന്ന് അവളുടെ ഡ്രസ്സും എടുത്തിട്ടിട്ട് ശബ്ദം ഉണ്ടാക്കാതെ വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. അപ്പോഴും അവ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ക്യാരയായാലും പതിയെ വെളിയിലേക്ക് നടന്ന് ആ ഒരു ഡോറിനടുത്ത് വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. എന്നിട്ട് അവള് പതിയെ ആ ഒരു ഡോറിന്റെ ലോക്ക് അഴിച്ചിങ്ങനെ മാറ്റിയിട്ട് അവിടെ ഒരു തടി വെച്ചിട്ടുണ്ട്, അതും ശബ്ദമില്ലാതെ പതിയെ ഇളക്കി താഴേക്ക് വെച്ച്
ഡോറ് തുറക്കുന്നതും ഓക്കെ എസ്കേപ്പ് എന്നും പറഞ്ഞിട്ടൊരു ഒറ്റ ഓട്ടം അവിടെ നിന്നും ഇവിടെ നിൽക്കുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ ഇത് അവൾ സ്വപ്നം കണ്ടതൊന്നുമല്ല, റിയൽ ആയിട്ടുള്ളത് തന്നെയാണ്. ക്യാര അവിടെ നിന്ന് വെളിയിലേക്ക് ഓടും. അങ്ങനെ ഓടി ഓടി അവസാനം ഒരു റോഡ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു കാറിനടുത്തേക്ക് ചെന്ന് കാര്യം പറയും, ഇതുപോലെ എന്നെ ഒരാൾ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു, എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകൂ എന്നിങ്ങനെ ചോദിക്കുന്നതും അവരായാലും പെട്ടെന്ന് അവളെ കാറിൽ കയറ്റി അവിടെ നിന്ന് ഇപ്പൊ രക്ഷപ്പെട്ടു പോവാണ്. അങ്ങനെ നമ്മുടെ ക്യാര എന്തായാലും രക്ഷപ്പെട്ടു. പക്ഷെ അവൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ ഇവിടേക്ക് വരേണ്ടതാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്യാര നേരെ പോകുന്നത് സ്റ്റേഷനിലേക്കാണ്. എന്നിട്ട് അവിടെ ചെന്ന് ആ ഒരു ഓഫീസറിനോട് പറയും, ഇതുപോലെ ഇന്നലെ രാത്രി എന്നെ തട്ടിക്കൊണ്ട് പോയെന്ന് പറയുന്നതും ആ ഒരു പോലീസുകാരനെ മനസ്സിലായി ഇത് ക്യാര റോബിൻസൺ തന്നെയാണെന്ന്. അതുകൊണ്ട് അവളോട് കുറച്ച് മാറിയിരിക്കാനായിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് അകത്ത് ചെന്ന് മെയിൻ ഓഫീസറോട് ഈ ഒരു കാര്യം പറഞ്ഞ് അയാൾ എവിടേക്ക് കൊണ്ടുവന്നിട്ട് അയാൾ വന്ന്, ക്യാര ഓക്കെ എന്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ആ ഒരു വിലങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ക്യാര സമാധാനത്തോടെ അങ്ങനെ വലിയ രീതിയിൽ കരയാതെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാം. ഇന്നലെ ഒരാൾ എന്നെ തട്ടിക്കൊണ്ടുപോയി, നല്ല ഉയരമുണ്ട്, തവിട്ട് നിറം, എന്റെ കഴുത്തിൽ തോക്ക് വെച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് അയാൾ കൊണ്ടുപോയത്. അതുമല്ലാതെ പല തവണയായിട്ട് അയാൾ എന്നെ ബലാത്സംഗം ചെയ്തു. പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അതും അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്. പിന്നെ കൈയും കാലും അല്ലാതെ ഇതുപോലെ വിലങ്ങിട്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ട അവിടെയുള്ള പോലീസുകാരെ വായും തുറന്നിങ്ങനെ നിൽക്കാണ്. കാരണം രക്ഷപ്പെട്ടു വന്ന ഒരു പെൺകുട്ടിക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണ് എന്നാണ് അയാൾക്ക് മനസ്സിലാവാത്തത്. സാധാരണ ഇതുപോലെ ആരെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അവര് കോൺഷ്യൻസ് ആയിരിക്കത്തില്ല, അവരാകെ ടെൻഷൻ അടിച്ചിട്ട് ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും. ആ ഒരു അവസ്ഥ അവരുടെ നിന്ന് മാറാൻ തന്നെ കുറച്ച് സമയമെടുക്കും. പക്ഷെ ക്യാര ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കും, നീ എങ്ങനെയാ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു കാറ് കണ്ടു, അതിൽ കൈ കാണിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ശരി, ആ ഒരു കാറുകാരെ അറിയോ? ഇല്ല, അറിയത്തില്ല. അങ്ങനെ ഇവരായാലും ആ ഒരു കാറുകാരെ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു പെൺകുട്ടി എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർക്കത് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ക്യാരയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവള് ആ ഒരു കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഈ ഒരു ഡോറിനടുത്തേക്ക് വന്ന് അത് പതിയെ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുമല്ലോ, ആ ഓരോ കാര്യങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ക്യാരയെ കാണാതായിട്ട് ഏകദേശം 18 മണിക്കൂറായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്യാരയുടെ അമ്മ ഇതുപോലെ സ്റ്റേഷനിൽ കേസ് കൊടുത്തത് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് ക്യാര ഇപ്പോൾ അവളുടെ അമ്മയെ വിളിക്കുകയാണ്. അങ്ങനെ അമ്മയോട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഇവര് ക്യാരയും കൊണ്ട് നേരെ അയാളുടെ വീട് കാണിക്കാനായിട്ട് ഈ സ്ഥലം ഏതെങ്കിലും അറിയുമെന്ന് അറിയാൻ വേണ്ടി അവളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവൾക്ക് ഓർമ്മയുള്ള രീതിയിൽ അവളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ക്യാര പറയും, ഇതായിരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാർ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി അവിടെയുള്ള മറ്റൊരാളുണ്ട് താമസിക്കുന്ന, അയാളെ വിളിച്ച് ഇതുപോലെ കാര്യം ചോദിക്കും. ക്യാര പറഞ്ഞ അടയാളങ്ങളൊക്കെ ഉള്ള ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, സോറി സാർ, ഇവിടെ ഒരുപാട് വീടുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ക്യാര പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അയാളുടെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് മൃഗങ്ങളെല്ലാം വളർത്തുന്നുണ്ട്. അവന്റെ വീട്ടിലെ എല്ലാ ജനാലകളും മൂടി വെച്ചേക്കാണ്, എലി, പിന്നെ ഒരു പക്ഷി, ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കാണ് അയാൾ പെട്ടെന്ന്, ഓ ഇപ്പൊ മനസ്സിലായി, അപ്പാർട്ട്മെന്റ് 301 അത് തന്നെയാണ്, അവിടെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഈ പോലീസുകാർ പറയും, ശരി, ഒരു ടീമിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ആ ഒരു വീട് സെർച്ച് ചെയ്യാൻ പറയും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ക്യാരയെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ക്യാരയുടെ അമ്മ നേരെ അവളെ വന്ന് കണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പം അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. പക്ഷേ ക്യാരയുടെ അമ്മയോട് അവൾ കാര്യമായിട്ടൊന്നും അങ്ങനെ പറയത്തില്ല. അതേസമയം ഇവിടെ ആ ഒരുത്തന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഇപ്പൊ അവന്റെ പേരെന്താണെന്ന് ഇവർ കണ്ടുപിടിച്ചു, റിച്ചാർഡ് എന്നാണ്. അതുമല്ല, വീട് തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവനെ അവിടെ കാണാനില്ല. അങ്ങനെ പോലീസുകാർ ആ ഒരു വീട് മുഴുവനായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞ് ഇപ്പൊ ക്യാര പറഞ്ഞ പോലെ ഒരാൾ അവിടെ ഇല്ല, അയാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ, ഇതിലേതെങ്കിലും ഫോട്ടോയിൽ അയാൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്യാര നല്ലതുപോലെ ഒരുപാട് പേരുടെ ഫോട്ടോ ഉണ്ട്, അത് നല്ലതുപോലെ നോക്കിയിട്ട് അതിനകത്ത് ഒരു ഫോട്ടോ, അത് റിച്ചാർഡിന്റെ ഫോട്ടോയാണ്, അതിങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ആ ഒരു പോലീസുകാർ ചോദിക്കും, ശരി ക്യാര, നിനക്കറിയാവുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും, നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ക്യാരയാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ അവൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് ഓരോന്നായിട്ട് ഇപ്പോൾ ഓർത്തെടുത്ത് പറയാണ്. അതും ഒരു തെറ്റുപോലും കൂടാതെ ആ ഒരു ബോക്സിനകത്ത് വെച്ചിരുന്ന നമ്പര് കിച്ചണിൽ വെച്ച് ഒരു പേപ്പറിൽ നമ്പർ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ, അത് അവൻ്റെ വീട്ടിൽ എന്തൊക്കെ വളർത്തുന്നു, ഇങ്ങനെ ഓരോന്നായിട്ട് ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ക്യാരയുടെ അമ്മയ്ക്കാണെങ്കിലും പോലീസുകാരിക്കാണെങ്കിലും ഒരുപോലെ അത്ഭുതമാണ്. കാരണം ഈ അവസ്ഥയിലുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ധൈര്യമുള്ള അല്ലെങ്കിൽ പേടിക്കാത്തൊരു കുട്ടിക്ക് മാത്രമേ ഇതുപോലെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഓഫീസർ പറയും, ശരി, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡോക്ടർ വരും മെഡിക്കൽ ടെസ്റ്റ് നടത്താനാണ്, അതുപോലെ നിന്റെ വസ്ത്രങ്ങൾ ആ വീട്ടിലൊരു പെട്ടിയിൽ വെച്ചേക്കുന്നല്ലേ പറഞ്ഞേ, അത് ഞങ്ങൾ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം പോലീസുകാരോട് വിളിച്ച് പറയുമ്പോൾ ഇവരായാലും അവിടെ ആ ഒരു വീട്ടിലെ ഈ ഒരു പെട്ടി ഉണ്ടല്ലോ അതങ്ങനെ തുറന്നു നോക്കാണ്. അപ്പോൾ അതിനകത്ത് ക്യാരയുടെ വസ്ത്രം, അതേപോലെ തന്നെ കുറെ അണ്ടർവെയർ, ഇങ്ങനെ മറ്റൊരുപാട് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ട്. അതുപോലെ അതിനകത്ത് അവർ നോക്കുമ്പോഴത്തേക്കാണ് ഒരുപാട് ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ കാണുന്നു.
അതെല്ലാം ഇതിനു മുന്നേ കാണാതായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുടെയും, അതും ചെറിയ പെൺകുട്ടികളുടെ, അതേപോലെ തന്നെ 18ഉം 19ഉം പ്രായമുള്ള പെൺകുട്ടികൾ, ഇവരുടെ എല്ലാവരുടെയും കാണാതായതിനെ പറ്റിയുള്ള ന്യൂസുകളാണ്. അപ്പോൾ ഇതെല്ലാം ശേഖരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഈ മെഡിക്കൽ ടെസ്റ്റെല്ലാം ഇങ്ങനെ നടത്തുകയാണ്. അതുമല്ല പിന്നീടാണ് ആ ഒരു ഷെരീഫ് കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം അവരുടെ ചീഫിനോട് ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നുമല്ല, റിച്ചാർഡ് എന്ന് പറഞ്ഞ ഈ ഒരുത്തൻ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരുപാട് കുട്ടികളെ ഇതുപോലെ തട്ടിക്കൊണ്ട് പോയി കൊന്നിട്ടുണ്ട്. അത് അവരെല്ലാവരെയും റേപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരുപാട് കുട്ടികളെ, ഒരു കുട്ടീനെ വീടിനകത്തുള്ള വെള്ളത്തിൽ മുക്കിക്കൊന്ന് അത് കഴിഞ്ഞൊരു ചതുപ്പ് നിലത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു, മറ്റൊരു കുട്ടിയെ ഷൂട്ട് ചെയ്ത് കൊന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ഇവരിപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു കുട്ടി അത് നമ്മുടെ ക്യാര മാത്രമാണ്. അതേസമയം ആ ഒരു ലേഡി ഓഫീസർ ആണെങ്കിലും ഇവിടേക്ക് വന്നിട്ട് അവൻ്റെ ഭാര്യ, അമ്മ, സഹോദരി ഇവരുടെ 3 പേരുടെയും പേരും കണ്ടുപിടിച്ച് അഡ്രസ്സും കണ്ടുപിടിക്കുന്നു. അതേപോലെ തന്നെ അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് നോട്ടീസും അച്ചടിച്ചിറക്കി എല്ലായിടത്തും ഇങ്ങനെ ഒട്ടിക്കുകയാണ്. അതേസമയം നമ്മുടെ ക്യാരയെ കാണാൻ വേണ്ടി അവളുടെ അച്ഛനും അമ്മയും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കാണ് ക്യാര പറയുന്നത് ഓക്കെ എനിക്ക് എന്തായാലും വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് അവളുടെ അമ്മയോടൊപ്പം തന്നെ പോകുന്ന വഴിക്ക് അവളുടെ അമ്മ ഒരുപാട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷെ അവൾ പറയും ഇപ്പോൾ എനിക്ക് എന്തായാലും അത് പറയാനായിട്ട് താല്പര്യമില്ല എന്നും പറഞ്ഞ് അവൾ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ക്യാരയുടെ വീടിന്റെ വെളിയിലായിട്ട് ഈ പോലീസുകാർ ഒരുപാട് പേരുണ്ട്, കാവലിനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ക്യാരയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ പറയും എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാ പോലീസുകാരെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ പറയും നീ തന്നെ പോയി ചോദിക്കും. അങ്ങനെ ക്യാര ആയാലും വെളിയിലേക്ക് വന്ന ആ ഒരു ലേഡി ഓഫീസർ ഉണ്ടല്ലോ അവരോട് കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് ക്യാര നിനക്കിത് ഇഷ്ടമല്ല എന്ന് ഞങ്ങൾക്കറിയാം, എന്നിരുന്നാലും നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്കിത് ചെയ്തേ പറ്റൂ. കാരണം ആ ഒരു സൈക്കോയെ ഇതുവരെയും പിടിച്ചിട്ടില്ല, അവൻ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ തിരിച്ചു വരാം, അതിനു വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവളായാലും അകത്തേക്ക് പോയിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും വെളിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എവിടേക്ക് പോകാനായിട്ട് നിൽക്കാണ്. അപ്പോൾ ക്യാരയുടെ അമ്മ പറയും ഇത്രയും കാര്യം സംഭവിച്ചിട്ട് നീ ഇപ്പോൾ എന്തിനാ വെളിയിലേക്ക് പോകാൻ നിൽക്കുന്നത്? അപ്പോൾ ക്യാര പറയും ഓക്കെ എന്തോ ഒരു കാര്യം സംഭവിച്ചു എന്നും പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും വീടിനകത്ത് തന്നെ അടച്ചുപൂട്ടി ഇരിക്കുമെന്നാണോ? ഒരിക്കലുമില്ല, ഇത് എൻ്റെ ജീവിതമാണ്, എന്തോ ഒരു കാര്യം സംഭവിച്ചോ അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജെസ്സി അവിടേക്ക് വരുമ്പോഴത്തേക്കും അവളെയും വിളിച്ച് റൂമിനകത്തേക്ക് ഇങ്ങനെ പോയിട്ട് അവളോട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ജെസ് ആയാലും നല്ല രീതിയിൽ വിഷമിച്ചിട്ട് അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം ഇവിടെ റിച്ചാർഡിന്റെ ആ ഒരു ഭാര്യയെ കാണിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് അവനൊരു നല്ല ഭർത്താവാണ്, നല്ല മനുഷ്യൻ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഓഫീസർ പറയും പക്ഷേ അവൻ ഇപ്പോൾ ചെയ്ത കാര്യത്തിലേ അതെന്തായാലും ശരിയാവത്തില്ല, അതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ, ഇതുപോലെ മറ്റൊന്ന് ചെയ്യുന്നതിന് മുന്നേ. അതുകൊണ്ട് അവൻ എപ്പോഴെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാര്യ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ്. നല്ല സ്ത്രീയല്ലേ? അപ്പൊ ഈ ഒരു ഭാര്യ എന്തായാലും തുറന്നൊരു കാര്യം പറയത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ അവന്റെ സഹോദരി ഉണ്ടല്ലോ നേരെ ഈ പോലീസുകാരുടെ അടുത്തേക്ക് വന്ന് അവർക്കറിയാവുന്ന വിവരങ്ങളെല്ലാം അവരോട് പറയുന്നു. അതുമല്ല ഇന്നലെ രാത്രി എന്നെ വിളിച്ചെന്നുള്ള കാര്യം കൂടി പറയുമ്പോഴത്തേക്കും ആ ഒരു നമ്പരും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഈ ഒരു പോലീസുകാരി അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ക്യാരയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ക്യാര ഇപ്പോൾ ജെസ്സിയുമായിട്ട് വെളിയിലേക്ക് പോവാണ്. അപ്പോൾ ജെസ്സി ചോദിക്കുന്നുണ്ട് അല്ല ക്യാര നിനക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എന്ത് ഇനിയിപ്പോൾ എല്ലാ ദിവസവും സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്, അതുപോലെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എന്നും പറഞ്ഞിട്ട് അവളിപ്പോൾ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കാണ്. അപ്പോഴേക്കാണ് ആ ഒരു ഷെരീഫ് അവിടേക്ക് വന്നിട്ട് ഓക്കെ ക്യാര നിങ്ങൾ എവിടെ പോകുന്നു? ഞാൻ ഇതുപോലെ വെളിയിലേക്ക് പോവാണ്. അല്ല ക്യാര റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തൂടെ, അതുകൊണ്ട് തന്നെ നീ ഇപ്പം എന്തായാലും പുറത്തു പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാര പറയും നിങ്ങൾ ഇത്രയും നേരമായിട്ട് അവനെ പിടിച്ചില്ല, പിന്നെ എൻ്റെ അമ്മ ആദ്യമായിട്ട് പരാതി പറയാനായിട്ട് വന്നപ്പോൾ അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രമിച്ചില്ല, ഇപ്പോൾ പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് അല്ല നിന്നെ പിടിച്ചുകൊണ്ട് പോയ ആ ഒരാൾ ഇതിന് മുന്നേ തന്നെ 3 പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട്, ഒരുപക്ഷെ നിന്നെ അവൻ കൊല്ലാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു, എന്തോ ഭാഗ്യത്തിന് നീ രക്ഷപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ക്യാര പറയും എന്ത് ഭാഗ്യം, ഒരു ഭാഗ്യവുമില്ല, ഞാനായിട്ട് തന്നെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നത്, അതുകൊണ്ട് ഭാഗ്യം കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് നല്ല ബോൾഡായിട്ട് അയാളോട് മറുപടിയും പറഞ്ഞ് ക്യാര അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മെയിൻ ഓഫീസർ ഉണ്ടല്ലോ അയാളിപ്പോൾ നേരെ ക്യാരയുടെ അടുത്തേക്ക് വന്ന് അവളോട് സംസാരിക്കുകയാണ്. ക്യാര നീ ഒരു ധൈര്യമുള്ള പെൺകുട്ടിയാണ്, കാരണം അവൻ ഒരുപാട് കുട്ടികളെ കൊന്നിട്ടുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടത് നീ മാത്രമാണ്. അപ്പോൾ ക്യാര ചോദിക്കും അപ്പോൾ അവരെ കൊന്നതുപോലെ അവൻ എന്നെ കൊല്ലുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയത്തില്ല, പക്ഷേ അവനത് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചാലും നീ ഒരിക്കലും അതിന് അവസരം കൊടുത്തില്ല എന്നുള്ളതാണ്, അതുകൊണ്ടാണ് നിന്നെ കാണാനായിട്ട് തന്നെ ഞാൻ വന്നത്, അവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലേ എന്തായാലും നിന്നെ ഞാനത് അറിയിക്കും, അതെന്റെ ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ക്യാര വെളിയിലേക്ക് പോവാണ്. അപ്പോഴേക്കും അവളുടെ അമ്മ വന്നിട്ട് ക്യാര ഇപ്പൊ ഈ ഒരു കാര്യം സംഭവിച്ചിട്ട് 2 ദിവസമായിട്ടുള്ളൂ, അതിനു മുന്നേ നീ എവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ ക്യാര പറയും പിന്നെ ഞാൻ പിന്നെ വീടിനകത്ത് കയറിയിരിക്കണോ? ഒരിക്കലുമില്ല, എനിക്ക് വീണ്ടും പഴയതുപോലെ തന്നെ സാധാരണ ജീവിതം ജീവിക്കണം, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അത് നോർമലായിട്ട് അവൻ എന്നെ കൊണ്ടുപോയെന്നും പറഞ്ഞിട്ട്
എന്തായാലും എനിക്കത് പേടിച്ചിരിക്കാൻ കഴിയത്തില്ല, എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. സത്യം പറയാലോ, ഈ ഒരു സീൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കോ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം, ചുറ്റുപാട്, ഇവരെല്ലാവരും എന്തു പറയും, എങ്ങനെ നോക്കും എന്നെല്ലാം വെച്ചിട്ട് അത് കാരണം പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാൻ എത്രയൊക്കെ ഈ ഒരു വീഡിയോയിലിരുന്ന് പറഞ്ഞാലും അനുഭവിച്ചവർക്ക് അതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അതെന്തായാലും അറിയാം. പക്ഷെ നമ്മൾ മാക്സിമം കുറച്ച് ധൈര്യമായിട്ട് ഇതെല്ലാം നോർമൽ ഒരു കാര്യം തന്നെയാണ് എന്നുള്ള രീതിയിൽ വെളിയിലിറങ്ങി നല്ല ധൈര്യമായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും രീതിയിലൊരു മോശം അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ എന്തു പറയും എന്നുള്ള രീതിയിൽ പേടിച്ച് വീട്ടിലിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കേണ്ടി വരും. മറ്റുള്ളവർ ആ ഒരു രീതിയിൽ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ ക്യാരയായാലും ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഇപ്പൊ അവളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചെങ്കിൽ പേടിച്ചറണ്ട് വീട്ടിലിരിക്കാതെ അവൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങി സാധാരണ ജീവിതം ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ അവർ സൈക്കോ എവിടെയാണെന്നുള്ള കാര്യം പോലീസുകാർ കണ്ടുപിടിച്ചു. അവരിപ്പോ അവിടേക്ക് പോവാണ്. അതേസമയം ക്യാര ഇവിടെ ഇരുന്ന ആ ഒരു ഗെയിം ഇങ്ങനെ കാണുന്ന സമയത്താണ് അവളുടെ പുറകെ ഇരുന്ന 2-3 പെൺകുട്ടികളുണ്ട്. അവരിപ്പോ ക്യാരയെ പറ്റി ഇങ്ങനെ സംസാരിക്കാണ്. ഈ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം അവള് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവളുടെ ദേഹത്ത് ആരെയും തൊടാനായിട്ട് അവൾ സമ്മതിച്ചില്ല, അവളുടെ അച്ഛനെ പോലും. എന്നൊക്കെ ഈ ഒരു 2 പെൺകുട്ടികൾ മുകളിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ക്യാര വിട്ടെന്ന് എഴുന്നേറ്റ് അവരെ നോക്കിയിട്ട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് എന്നെ അറിയോ? അപ്പൊ ആ ഒരു പെൺകുട്ടി പറയും, ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് പറയുമ്പോൾ ക്യാരയായാലും ദേഷ്യപ്പെട്ട് നോർമലായിട്ട് തന്നെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ ഇപ്പോഴും നോർമലായിട്ട് തന്നെ ആ ഒരു ഗെയിം എല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ ആ ഒരു സൈക്കോ റിച്ചാർഡിനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ പോലീസുകാർ കണ്ടുപിടിച്ചു. എന്നിട്ട് അവനെ ഫോളോ ചെയ്തിങ്ങനെ പോവാണ്. അവനാരും നല്ല വേഗതയിൽ ഓടുന്നുണ്ട്. അപ്പോഴേക്കും കാറിൽ നിന്ന് ഒരു പോലീസുകാരൻ ഇറങ്ങിയിട്ട് റിച്ചാർഡിന്റെ പുറകെ തന്നെ ഓടുന്നു. അങ്ങനെ ഓടി ഓടി അവസാനം റിച്ചാർഡ് ഇപ്പോൾ ഈ 2 പോലീസുകാരുടെ നടുവിൽ പെട്ടുപോയി. അവനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവനായാലും തോക്കെടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ പോലീസുകാർ പറയും, ഓക്കെ നിങ്ങൾ എന്തായാലും കീഴടങ്ങ്, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി, അതുകൊണ്ട് ഇനി വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ അവനായാലും ഓക്കെ ഓക്കെ എന്നെല്ലാം പറഞ്ഞ് പതിയെ പതിയെ മറ്റൊരിടത്തേക്ക് ഇങ്ങനെ മാറി നിന്നിട്ട് ഈ ഒരു പോലീസുകാരൻ അടുത്തേക്ക് വരുന്നതിന് മുന്നേ അവൻ ആ ഒരു തോക്കെടുത്ത് അവന്റെ വായിലേക്ക് വെച്ച് സ്വയം ഷൂട്ട് ചെയ്തങ്ങ് മരിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ക്യാരയാണെങ്കിലോ ആ ഒരു ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അതില് അവളുടെ ബോയ് ഫ്രണ്ട് ഒരു ബോൾ ഇങ്ങനെ അടിച്ച് ജയിക്കുന്നതും അവൾ ആ ഒരു സന്തോഷത്തിൽ അലറി ഇങ്ങനെ വിളിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവ മരിച്ച ആ ഒരു കാര്യം ഇപ്പോൾ സ്റ്റേഷനിൽ അറിയിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം നടന്നിട്ട് നമ്മുടെ ക്യാരയോട് ഈ ഒരു കാര്യം ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ അടുത്ത ദിവസം അവൾ എഴുന്നേറ്റ് വരുന്ന സമയത്താണ് അവളുടെ അമ്മ പറയുന്നത്, ഇതുപോലെ സർജന്റ് നിന്നെ കാണാനായിട്ട് വരുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നിന്നോട് പറയണമെന്ന് പറഞ്ഞു. എന്നെല്ലാം പറയുമ്പോൾ ഇല്ല റിച്ചാർഡിനെ പറ്റിയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനാണ്, ഇന്നലെ എന്തോ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ക്യാര പറയും, അല്ല ഇതൊക്കെ ഞാൻ അറിയേണ്ടതല്ലേ, എന്നോട് എന്താ പറയാഞ്ഞതെല്ലാം ചോദിച്ചിട്ട് അവൾ വെളിയിൽ വന്നിരുന്ന് കരയുന്ന സമയത്താണ് ആ ഒരു ഓഫീസർ അവിടേക്ക് വരുമ്പോഴത്തേക്കും ക്യാര ചോദിക്കും, അല്ല എനിക്ക് ഭ്രാന്ത് വല്ലതും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല മോളെ അങ്ങനെയല്ല, പിന്നെ എന്തുകൊണ്ട് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞില്ല? അത് ശരി തന്നെയാണ്, ഞാൻ നിന്നോട് ആ ഒരു കാര്യം അപ്പൊ തന്നെ പറയേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല, അതിനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് ക്യാര പറയുന്നത്, സത്യത്തിൽ എനിക്ക് അവനോട് ദേഷ്യമാണ്, ഞാൻ ഇത്രയും നോർമലായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അവനെ നിങ്ങൾ പിടിച്ച് ഒരു 100 വർഷമെങ്കിലും അവൻ ജയിലിൽ കിടക്കണം, അങ്ങനെ നരകിച്ചവൻ മരിക്കണം, അതെനിക്ക് കാണണമായിരുന്നു. അതുമല്ല കോടതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് അവനോട് എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തതെന്നുള്ള ആ ഒരു ചോദ്യം വരെ ചോദിക്കണം, പക്ഷെ ഇതൊന്നും നടന്നില്ല, എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പോലീസുകാരനോട് പറഞ്ഞ് കരയുന്നതും ആ ഒരു ഓഫീസർ പറയും, ഓക്കെ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എല്ലാം കഴിഞ്ഞില്ലേ? അപ്പോൾ ക്യാര പറയും, ശരി ഞാൻ എന്തായാലും എനിക്ക് നടന്ന ഈ ഒരു കാര്യം എൻ്റെ ബോയ് ഫ്രണ്ടിനോട്, അച്ഛനോട്, അമ്മയോട്, ഇവരോട് ആരോടും ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല, എന്നെ തട്ടിക്കൊണ്ടുപോയി അത്രമാത്രം അവരെ അറിഞ്ഞാൽ മതി, ഒരുപക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അവരെന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കും, അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഓഫീസർ പറയും, ക്യാര സത്യം പറയാലോ നീ ഒരു ഹീറോയാണ്, നീയാണ് നിന്നെ സ്വയം രക്ഷിച്ചത്, അതേപോലെ തന്നെ നീ മറ്റുള്ളവരെല്ലാവരെയും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നീ എപ്പോഴും ഒരു വലിയ ഹീറോ തന്നെ ആയിരിക്കും. അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? അവൻ നിന്നെ തിരഞ്ഞെടുത്തതാണ് എന്നും പറഞ്ഞിട്ട് ആ ഒരു ഓഫീസർ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ക്യാര നേരെ അകത്തേക്ക് വന്ന് അവളുടെ അമ്മയോട് പറയും, എന്നെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി, അവിടെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു, പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്, ഞാനിപ്പോഴും ഞാൻ തന്നെയാണ്, എനിക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നല്ല ബോൾഡായിട്ട് ആ ഒരു കാര്യം പറയുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ ഒരു സീനിൽ പറഞ്ഞു ഈ ഒരു രീതിയിൽ നിങ്ങൾ പേടിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇത് സത്യത്തിൽ വെറും ഒരു മൂവിയല്ല. 2002 ക്യാര റോബിൻസൺ എന്ന് പറഞ്ഞിട്ട് 15 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച യഥാർത്ഥ കാര്യമാണ്. ആ ഒരു യഥാർത്ഥ ക്യാര റോബിൻസനെയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ ക്യാര പഠിച്ച് 2 കുട്ടികൾക്കും ജന്മം നൽകി.
അപ്പോൾ റിയൽ ലൈഫിൽ 15 വയസ്സുകാരിയായിട്ടുള്ള ക്യാരയ്ക്ക് അന്ന് ഇത്രയും കാര്യങ്ങൾ നല്ല ബോൾഡായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് കഴിയും. കാരണം ആ ഒരു സമയത്ത് ക്യാര എടുത്ത ആ ഒരു തീരുമാനം തനിക്ക് എന്ത് സംഭവിച്ചാലും ആ ഒരു സൈക്കോ പറയുന്നത് പോലെ തന്നെ സമാധാനത്തോടെ കേട്ട് രക്ഷപ്പെടേണ്ട ആ ഒരു സമയത്ത് അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇല്ലാതെ ടെൻഷൻ അടിച്ച് വെപ്രാളം പിടിച്ച് വെറുതെ ബഹളം വെച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു സൈക്കോ മറ്റുള്ള കുട്ടികളെ കൊന്നതുപോലെ തന്നെ ക്യാരേനെയും കൊല്ലുമായിരുന്നു. പക്ഷെ ക്യാര ഒരിക്കലും അതുപോലെ ചെയ്യാതെ അവൾ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ അവൾക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത് തന്നെ. എല്ലാവരെ കൊണ്ടും അത് കഴിയുമെന്ന് പറയാൻ കഴിയത്തില്ല, എന്നിരുന്നാലും മാക്സിമം നമ്മൾ അതുപോലെ എല്ലാം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെടാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇല്ല അതിലെന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു നല്ല മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.